ഹലോ ഫ്രണ്ട്സ്, യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. യു കെയിൽ ഇനി മുതൽ തിയറി ടെസ്റ്റ് എടുക്കുന്നവർ ഇനി ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് എക്സാം പാസ്സാകുന്നതല്ല. ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഇനി മുതൽ CPR അല്ലെങ്കിൽ കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചിരിക്കണം. DVSA ആണ് ഈ ഒരു മാറ്റം പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്കായിട്ട് കൊണ്ടുവരുന്നത്. എല്ലാ റോഡ് യൂസേഴ്സും ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആക്കാൻ പോവാണ്. 2026 മുതലുള്ള തിയറി ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇവർ നേരത്തെ തന്നെ കൊണ്ടുവരേണ്ടതായിരുന്നു. കാർഡിയാക് അറസ്റ്റ് നടക്കുന്ന സമയത്ത് ഡ്രൈവർമാരാണ് കൂടുതലായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുക. 2.4 മില്യൺ ലേണർ ഡ്രൈവേഴ്സാണ് ഒരു വർഷം ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കില്ല് പഠിപ്പിച്ചിരിക്കുന്ന കുറേ പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതാണ്. റീസസിറ്റേഷൻ കൗൺസിലും അതുപോലെ തന്നെ DVSAയും ചേർന്നാണ് ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് എടുക്കാൻ പോകുന്ന മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.